അതായത് ചൂടാറുന്നതിന് മുമ്പേ പാത്രം കാലിയാകും. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഒട്ടും ഒട്ടി പിടിക്കാതെ ചെയ്തെടുക്കുന്ന റാഗി കേക്ക് റെസിപ്പിയാണ്. ഇതിൽ മുട്ട ചേർക്കുന്നില്ല, ഒരു സ്പൂൺ പോലും മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരം ചേർക്കുന്നത് ശർക്കരയുമാണ്. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അളവൊക്കെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ എടുത്ത സമയവും പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ ശ്രമിക്കണേ. കേക്കൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം, അതായത് ഇന്ന് ഉണ്ടാക്കി നാളത്തേനൊക്കെ നല്ല ടേസ്റ്റ് ആകുമല്ലോ. ഇതിന്നുണ്ടാക്കി ഇന്ന് തന്നെ പാത്രം കാലിയാകും നിമിഷം കൊണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് റാഗി പൗഡറാണ് എടുക്കുന്നത്. 250 ml ഒരു കപ്പ് ഇതാ ഇതുപോലെ ലെവലിൽ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലെ പൊടിപ്പിച്ചിട്ട് വറുത്ത് വെക്കില്ലേ, അങ്ങനെ വറുത്ത പൊടിയാണിത്. ഇനി ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെവലിൽ എടുക്കുക. കൊക്കോ പൗഡറൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കമ്പനിയുടെയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെതായ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ, അപ്പം ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കണം, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൽ ഉപ്പുപൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 സ്പൂണിന് താഴെയായിട്ടേ എടുത്തിട്ടുള്ളൂ. അതായത് 2-3 നുള്ളു ഉപ്പുപൊടി ചേർക്കുക. ഇനി നല്ലവണ്ണം ഇടഞ്ഞെടുക്കുക, അതായത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണം. അതുപോലെ തന്നെ കൊക്കോ പൗഡറിനകത്തൊക്കെ കട്ടകൾ കാണും, അതൊക്കെ ഉടഞ്ഞ് കിട്ടുകയും ചെയ്യണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇടഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒന്നുകൂടി ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് പഴുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു സൈസാണിത്. റോബസ്റ്റോ ഏത് പഴം വേണേലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയ സൈസ് പഴമാണെന്നുണ്ടെങ്കിൽ ഈ ഒരളവ് വരാൻ വേണ്ടി 2 അല്ലെങ്കിൽ 2.5 പഴം വേണ്ടി വരും. നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് 1/2 കപ്പ് തൈര് എടുക്കുക. പുളി തീരെ കുറവായിരിക്കണം. അതുപോലെ നല്ല കട്ട തൈര് എടുക്കണം. അതുപോലെ തൈര് തണുത്തതായിരിക്കരുത്, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിലൊന്നും ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണ്ട. ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചൊന്ന് ഉടച്ചാൽ മതിയാകും. ഇനി ഇതിൽ 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. ഇതോടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി വളരെ സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി, ബീറ്റ് ചെയ്യരുത്. ഇത്രയും മതി. ഒന്ന് മാറ്റി വയ്ക്കാം. വീണ്ടും ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് ഉരുക്കിയ ബട്ടർ ചേർക്കുകയാണ്. ബട്ടറിന് പകരമായിട്ട് നെയ്യ് ചേർക്കാം, ഇല്ലെങ്കിൽ ഓയിൽ ചേർക്കാവുന്നതാണ്. ബട്ടർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അതേ കപ്പിന് തന്നെ 1/4 കപ്പായിട്ട് ഉരുക്കിയെടുത്തിരിക്കുന്ന കോമ്പൗണ്ടാണ്, ചോക്ലേറ്റ് കോമ്പൗണ്ട് ചേർക്കാം. ചോക്ലേറ്റിൻ്റെ ചൂടൊന്നും ഉണ്ടാകരുത്. ഇതിൽ 1 സ്പൂൺ വാനില എസൻസ് ചേർക്കുകയാണെങ്കിൽ 1 അല്ലെങ്കിൽ 1.5 സ്പൂണോളം ചേർക്കാം. നല്ല എസൻസ് ചേർക്കണം. റാഗിയുടെ ഒരു ടേസ്റ്റും ഉണ്ടാകില്ല വാനില എസൻസ് കൂടെ ചേർക്കുമ്പോൾ. ഇനി ഇതിൽ പഴം അരച്ചുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം അരച്ച് കുറേ നേരത്തിന് ഇങ്ങനെ മാറ്റി വെക്കരുത്. എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ തന്നെ അരച്ച് അപ്പോൾ തന്നെ ഒഴിക്കണം, ഇല്ലെങ്കിൽ കളർ വ്യത്യാസം ഉണ്ടാകുമെന്നറിയാമല്ലോ. ആ ബട്ടറും ആ കോമ്പൗണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി ഇതിൽ മധുരത്തിനായിട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയല്ല, ശർക്കരപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 3/4 കപ്പ് ശർക്കരപ്പൊടി ചേർക്കുക. ഇത് പാകത്തിനുള്ള മധുരമാണ്. കോമ്പൗണ്ടിനകത്തും മധുരമുണ്ട്. ഇത് പൊടിയായത് കാരണം പെട്ടെന്ന് ഇത് മെൽറ്റ് ആയിക്കോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കര ചേർക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാരയും ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തൈര് ചേർക്കണം. തൈര് നന്നായിട്ട് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. തൈര് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ
ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് ചുറ്റിയെടുത്താൽ മാത്രം മതിയാകും. ജസ്റ്റ് ഒന്ന് മിക്സായാൽ മാത്രം മതിയാകും. തൈരിലെ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റോളം മതിയാകും. ഒരുപാട് നേരം വെക്കണ്ട. ഇത് പാകത്തിന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന പൊടി എടുക്കുക, കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഒരുപാട് ഇട്ടങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടിട്ട് ഇളക്കല്ലേ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് ഇളക്കി എടുക്കുക. അടി ചേർത്ത് ഇളക്കണം. ഇത് പാകത്തിനുള്ള അളവിലാണ് ഇത് കിട്ടുന്നത്. ഈ ബാറ്റർ ഒരുപാട് ലൂസായിട്ടും വരാൻ പാടില്ല, ഒരുപാട് കട്ടിയായിട്ടും വരാൻ പാടില്ല. അഥവാ ലാസ്റ്റിൽ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് ആ പഴം എടുത്തതിൻ്റെ അളവിലെ വ്യത്യാസം കൊണ്ടായിരിക്കാം. ബാക്കി എല്ലാ അളവും കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ പാലൊഴിക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം പാലൊഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പാലും അതുപോലെ തണുത്തിരിക്കരുത്, ചെറു ചൂടോടുകൂടി ഒഴിക്കാം. ഇപ്പോൾ ഇതിൻ്റെ അളവ് കണ്ടോ, ഇത് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ കിട്ടണം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ബേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ടിന്നിൽ ഓയിൽ തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇത് ഒട്ടും ഒട്ടി പിടിക്കത്തില്ല. പിന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാകണമല്ലോ. മറക്കരുത്, ഈ സമയത്തൊക്കെ അവൻ ഓണായിരിക്കണം. പ്രീ ഹീറ്റ് ചെയ്യണം 10 മിനിറ്റ് നേരത്തേന്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു 10-12 ബദാം എടുത്തിട്ടുണ്ട്. ഒന്ന് ചോപ്പ് ചെയ്ത് ചേർക്കാം. ബദാം തന്നെ വേണമെന്നില്ല, കാഷ്നട്ട് ആകാം, പിസ്തയാകാം, എന്തും ആകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ ചോപ്പ് ചെയ്ത് ഇഷ്ടമുള്ള അളവിൽ ചേർക്കാം. നട്ട്സ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്തായാലും നട്ട്സ് ചേർക്കാവുന്നതാണ്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ എടുക്കുന്ന സമയവും ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രിയിലാണ്. ഞാനിവിടെ 35 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ അവനനുസരിച്ച് ശക്കയിലും ടൈം വ്യത്യാസം ഉണ്ടാകാം. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് ഉടനെ തന്നെ ഓപ്പൺ ചെയ്യരുത്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവൂ. തുറന്നതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കുക. കേക്കിൻ്റെ അടിഭാഗത്തുനിന്ന് എന്തെങ്കിലും ടൂത്ത് പിക്കിൽ ഒട്ടലുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വീണ്ടും ഒന്നുകൂടി അതേ ഡിഗ്രിയിൽ തന്നെ ഓണാക്കിയിടുക. ഓണാക്കിയിടുമ്പോൾ താഴത്തെ റോഡ് ചൂടുണ്ടല്ലോ, അത് മാത്രമായിട്ട് ഓണാക്കിയിട്ടാലും മതി. 5 മിനിറ്റ്. ഒരു 25 മിനിറ്റ് മുതൽ നല്ല മണമായിരിക്കും ചോക്ലേറ്റ് കേക്കിൻ്റെ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ കമഴ്ത്തിയിടാവൂ. ചൂടോടെ ഇത് പൊടിഞ്ഞു വരും, അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇത് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. പേപ്പറിൽ നിന്ന് പോലും തന്നെ അത് വിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇപ്പം ഞാനത് കമഴ്ത്തിയിട്ടത്. പറഞ്ഞല്ലോ, ചൂടോടുകൂടി നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു വരും. പ്രത്യേകിച്ച് നമ്മളതിൽ മുട്ടയൊന്നും ചേർത്തിട്ടില്ല, വളരെ സോഫ്റ്റാണ്. ഈ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ ഇത് ആറാൻ വേണ്ടി നിൽക്കത്തേയില്ല. അത്രയ്ക്ക് ടേസ്റ്റിയുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് റാഗിയുടെ. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.